ഒരിക്കൽ ഒരു നാട്ടിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ രോഗത്തിനും അദ്ദേഹം ചികിത്സിക്കും. വലിയ പൈസയൊന്നുമില്ല, ഒരു മീഡിയം പൈസ. അങ്ങനെ തലവേദനയായിട്ട് ഒരാൾ സ്ഥിരം ഈ ഡോക്ടറെ കാണാൻ വരും. ഒന്നിടവിട്ട ദിവസങ്ങളിലും ഒക്കെ ഇയാൾ മരുന്ന് വാങ്ങാൻ വേണ്ടി വരും. ഈ ഡോക്ടർ മകൻ അമേരിക്കയിൽ ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുന്നുണ്ട്. മോള് ലണ്ടനിലാണ്. അമേരിക്കയിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് മകൻ നാട്ടിലെത്തി. മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവളും സെറ്റിലായി. ഡോക്ടർക്ക് ഒന്ന് വിശ്രമിക്കണമെന്ന് അങ്ങനെ ഒരു തോന്നൽ വന്നപ്പം മോളുടെ അടുത്തേക്ക് പോയി. മോനോട് പറഞ്ഞു, മോനെ, ഞാൻ പോയി വരുന്നവരെ ഈ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നീ നോക്കി നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൻ്റെ ചാർജും മോൻ ഏറ്റെടുത്തു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ തലവേദന ഉള്ള ആൾ വന്നു. അയാൾക്ക് മോൻ മരുന്നും കൊടുത്തു. അയാൾ പോവുകയും ചെയ്തു, സന്തോഷത്തോടു കൂടി പോയി. അങ്ങനെ ലണ്ടനിൽ പോയ മാളുടെ അടുത്ത് പോയ ഡോക്ടറും വന്നു, മകളും വന്നു. എല്ലാവരും കൂടിയിരുന്ന ഒരു ദിവസം വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോൻ പറയാണ്, അച്ഛൻ സ്ഥിരമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്നൊരു തലവേദനക്കാരനല്ലേ? ആ ഉണ്ട്. അയാളുടെ തലവേദനൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചു. മാത്രമല്ല, അയാൾക്ക് ഇനി ഒരിക്കലും തലവേദന വരില്ല. നീ എന്താ ചെയ്തത്? എന്തായിരുന്നു കണ്ടുപിടിച്ചത്? പറ, അച്ഛൻ ചോദിച്ചു. അതെ, അയാളുടെ മൂക്കിൽ നിന്നൊരു രോമം തലച്ചോറിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അതിങ്ങനെ തലച്ചോറിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്ന സമയത്താണ് അയാൾക്ക് തലവേദന വരുന്നത്. ഞാൻ അയാളുടെ തലച്ചോറിലേക്ക് പോയ രോമം പറിച്ചു കളഞ്ഞു. അയാൾക്ക് ഇനി ഒരിക്കലും തലവേദന വരില്ല. അച്ഛനിത് കണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഡോക്ടർ, എൻ്റെ പൊന്നുമോനെ, നീ ആ ചതി ചെയ്തോ? എടാ, നിനക്കറിയോ, നിന്നെ അമേരിക്കയിൽ വിട്ട് പഠിപ്പിച്ചതും ഇവളെ ലണ്ടനിൽ വിട്ട് പഠിപ്പിച്ചതും ഇവളെ കെട്ടിച്ചു വിട്ടതും ഈ വീടും ഈ ഹോസ്പിറ്റലും ഒക്കെ അയാളുടെ മൂക്കിലാവരോ.